Familiarize with thermostatic and electronic expansion valve. ഹലോ, എൻ്റെ പേര് ഷീന. ഇന്നത്തെ സെഷനു വേണ്ടി നിങ്ങൾ എല്ലാവരും ആവേശഭരിതരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മോഡ്യൂളിൽ തെർമോസ്റ്റാറ്റിക്, ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൾവുകൾ എന്താണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു. ഈ പരിശീലനം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്നവയെ പറ്റി നല്ല ബോധ്യം ഉണ്ടാകും. ഒരു തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവിന്റെ TXV ഭാഗങ്ങൾ തിരിച്ചറിയുക. ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൾവ് അല്ലെങ്കിൽ EEV തിരിച്ചറിയുക. അതിന്റെ പ്രവർത്തനം പരിശോധിക്കുക. ഇപ്പോൾ ഈ പരിശീലനം ചെയ്യാൻ ആവശ്യമായ സാമഗ്രികൾ, മെറ്റീരിയലുകൾ, ഉപകരണങ്ങൾ എന്നിവ എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യമായ സാമഗ്രികൾ: ഡബിൾ എൻഡ് സ്പാനർ 6 മില്ലിമീറ്റർ മുതൽ 24 മില്ലിമീറ്റർ 1 സെറ്റ്. അഡ്ജസ്റ്റ് ചെയ്യാവുന്ന 6 ഇഞ്ചിന്റെ റെഞ്ച് ഒരെണ്ണം. ട്യൂബ് കട്ടർ ഒരെണ്ണം. ഉപകരണങ്ങൾ ആവശ്യമായവ: ബൾബ് ലൈനോട് കൂടിയ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ഒരെണ്ണം. എക്സ്റ്റേണൽ ഇക്വിലൈൻസറുള്ള തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ഒരെണ്ണം. ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൽവ് ഒരെണ്ണം. ആവശ്യമുള്ള മെറ്റീരിയലുകൾ: ബനിയൻ തുണി ആവശ്യാനുസരണം. 6 mm മുതൽ ഫ്ലെയർഡ് നട്ട് 6 എണ്ണം. 6 mm മൃദുവായ കോപ്പർ ട്യൂബിംഗ് ആവശ്യാനുസരണം. തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് TEV ഒരു തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ ഡിവൈസ് TED എന്നും അറിയപ്പെടുന്നു. കംപ്രസർ, ബാഷ്പീകരണം, കണ്ടൻസർ എന്നിവയ്ക്കൊപ്പം വ്യാവസായിക അല്ലെങ്കിൽ വാണിജ്യ റെഫ്രിജറേഷൻ സിസ്റ്റങ്ങളിലെ സുപ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. ഈ സംവിധാനങ്ങളിൽ സാധാരണയായി ഒന്നിലധികം ബാഷ്പീകരണങ്ങൾ ഉണ്ട്. അവയിൽ റെഫ്രിജറന്റിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന് ഓരോന്നിനും ഒരു തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് സജ്ജീകരിച്ചിരിക്കുന്നു. വിവിധതരം തെർമോസ്റ്റാറ്റിക് വിപുലീകരണ വാൽവുകൾ നിർമ്മിക്കപ്പെടുന്നു. സിസ്റ്റം ആവശ്യകതകൾ നിറവേറ്റുന്നതിനാണ് ഇവ പ്രത്യേകമായി നിർമ്മിച്ചിരിക്കുന്നത്. എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും ഈ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ശീതീകരണ സംവിധാനത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ വാൽവുകൾ തിരഞ്ഞെടുക്കുന്നു. അടിസ്ഥാനപരമായി ഒരു തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് റെഫ്രിജറന്റിന്റെ മർദ്ദം കുറയ്ക്കുകയും മാസിന്റെ ഒഴുക്ക് ക്രമീകരിക്കുകയും ചെയ്യുന്നത് വഴിയായി ഇവോപ്പറേറ്ററിലേക്ക് പ്രവേശിക്കുന്ന റെഫ്രിജറന്റിന്റെ പ്രവാഹത്തെ നിയന്ത്രിക്കുന്നു. ഇത് സാധ്യമാകുന്നത് ഇവോപ്പറേറ്റർ ഔട്ട്ലെറ്റിലെ റെഫ്രിജറന്റ് താപനില നിരീക്ഷിച്ച് റെഫ്രിജറന്റിന്റെ ഫ്ലോ ഓട്ടോമാറ്റിക്കലി മോഡുലേറ്റ് ചെയ്ത് സ്ഥിരമായ താപനില ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഒരു തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവിന്റെ ഭാഗങ്ങൾ: ഒരു തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവിന്റെ ബാഹ്യമായി കാണാവുന്ന ഘടകങ്ങളിൽ ബോഡി, ബൾബ്, കാപ്പിലറി ട്യൂബ് എന്നിവ ഉൾപ്പെടുന്നു. സാധാരണയായി പിച്ചള അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ബോഡിയിൽ 3 കണക്ഷനുകൾ ഉണ്ട്. റെഫ്രിജറന്റ് ഇൻലെറ്റ്, റെഫ്രിജറന്റ് ഔട്ട്ലെറ്റ്, ഒരു ഈക്വലൈസേഷൻ പോർട്ട്. കൂടാതെ ബോഡിയിൽ ഒരു റെഗുലേറ്റിംഗ് സ്ക്രൂവും പ്ലേറ്റ് ആകൃതിയിലുള്ള ഹെഡ്സെറ്റും ഉണ്ട്. ഹെഡിൽ നിന്ന് ബൾബ് വരെ നീണ്ടുകിടക്കുന്നത് ഒരു കാപ്പിലറി ട്യൂബാണ്. ആന്തരികമായി TEV പ്രവേശന സമയത്ത് റെഫ്രിജറന്റ് മർദ്ദം കുറയ്ക്കുന്നതിന് കാലിബ്രേറ്റഡ് ഓറിഫേസ് അടങ്ങിയിരിക്കുന്ന ഒരു സിലിണ്ടർ അസംബ്ലി ഉൾക്കൊള്ളുന്നു. ഈ അസംബ്ലിക്കുള്ളിൽ അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും കുടുങ്ങിക്കിടക്കാൻ ഒരു സ്ക്രീൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പ്ലേറ്റ് ആകൃതിയിലുള്ള ഹെഡിന്റെ സ്ഥിതി ചെയ്യുന്ന ഒരു ഹെർമെറ്റിക് ഡയഫ്രം ബൾബിനുള്ളിലെ വാതകത്തെയും കാപ്പിലറിയും സിസ്റ്റത്തിലെ റെഫ്രിജറന്റിൽ നിന്ന് വേർതിരിക്കുന്നു. ഈ ഡയഫ്രം അതിന്റെ വികാസമോ സങ്കോചമോ ഒരു സൂചിയിലേക്ക് കൈമാറുന്നു. ഇത് വാൽവ് സീറ്റിനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. തൽഫലമായി തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് അതിൽ നിന്നും പുറത്തുകടക്കുന്ന ശീതീകരണ പ്രവാഹത്തെ നിയന്ത്രിക്കുന്നു. തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവുകളിൽ ഒരു സ്പ്രിംഗ് ഉണ്ട്. ഇത് ഡയഫ്രത്തിന്റെ ചലനത്തെ എതിർക്കുന്നു. ഈ സ്പ്രിംഗ് ഒരു കാലിബ്രേഷൻ സ്ക്രൂ ഉപയോഗിച്ച് നന്നായി ട്യൂൺ ചെയ്തിരിക്കുന്നു. തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? റെഫ്രിജറേഷൻ സിസ്റ്റം ഉയർന്ന താപനിലയിലുള്ള കൂളിംഗ് ഏരിയയിൽ ആക്ടിവേറ്റിംഗ് ചെയ്യുമ്പോൾ ബൾബ് സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ തുടരുന്നു. തൽഫലമായി ബൾബിനുള്ളിലെ വാതകം പരമാവധി മർദ്ദത്തിലെത്തി വാൽവിന്റെ ആന്തരിക ഡയഫ്രം പൂർണ്ണമായും വികസിക്കുന്നു. ഈ സാഹചര്യങ്ങൾ ഡയഫ്രത്തിന്റെ ശക്തി, സ്പ്രിംഗ്, റെഫ്രിജറന്റ് മർദ്ദം എന്നിവ മറികടക്കുന്നു. ഇത് വാൽവ് പൂർണ്ണമായി തുറക്കുകയും ബാഷ്പീകരണത്തിലൂടെ പരമാവധി റെഫ്രിജറന്റ് പ്രവാഹം അനുവദിക്കുകയും ചെയ്യുന്നു. മുറിയുടെയും ബൾബിന്റെയും താപനില കുറയുമ്പോൾ ബൾബിനുള്ളിലെ വാതകത്തിന്റെ മർദ്ദം കുറയുന്നു. അതുവഴി ഡയഫ്രത്തിൽ പ്രവർത്തിക്കുന്ന ബലം കുറയുന്നു. ശേഷം നീരുറവിയും റെഫ്രിജറന്റ് മർദ്ദവും ചെലുത്തുന്ന ബലം TEVയെ അടയ്ക്കുന്നു. അതുവഴി ഇവോപ്പറേറ്ററിലേക്കുള്ള റെഫ്രിജറന്റിന്റെ പ്രവാഹം കുറയുന്നു. ഒടുവിൽ മുറിയിലെ താപനില സ്ഥിരത കൈവരിക്കുമ്പോൾ ഡയഫ്രം, സ്പ്രിംഗ്, റെഫ്രിജറന്റ് എന്നിവയുടെ ഫോഴ്സ് സന്തുലിതാവസ്ഥ കൈവരിക്കുന്നു.
ഇപ്പോൾ നിങ്ങളുടെ പ്രഥമ ദൗത്യം ഒരു ഇലക്ട്രോണിക് വിപുലീകരണ വാൽവിന്റെ ഭാഗങ്ങൾ തിരിച്ചറിയുക എന്നതാണ്. ഇലക്ട്രോണിക് വിപുലീകരണ വാൽവിന്റെ ലേബൽ ചെയ്ത ഭാഗങ്ങളുടെ പേരുകൾ തിരിച്ചറിയുക. ഇവയാണ് TEVയുടെ വിവിധ ഭാഗങ്ങൾ: മെയിൻ ബോഡി, റെഫ്രിജറന്റ് ഇൻലെറ്റ്, റെഫ്രിജറന്റ് ഔട്ട്ലെറ്റ്, റിമൂവബിൾ ക്യാപ്പ്, പവർ ഹെഡ്, കാപ്പിലറി ട്യൂബ്, സെൻസിംഗ് ബൾബ്. റെക്കോർഡ് ഷീറ്റിന്റെ പട്ടിക 1 രേഖപ്പെടുത്തുക. TXVയുടെ പ്രവർത്തനം. 3 വ്യത്യസ്ത ഫോഴ്സുകൾ TXVയുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നു: ബൾബ് മർദ്ദം, സ്പ്രിംഗ് മർദ്ദം, ബാഷ്പീകരണ മർദ്ദം. ഇവാപറേറ്റർ ഔട്ട്ലെറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ബൾബിൽ നിന്നാണ് ബൾബ് മർദ്ദം ഉത്ഭവിക്കുന്നത്. ഇത് സക്ഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുകയും ഏത് വർദ്ധനവിനും പ്രതികരണവുമായി ഡയഫ്രം താഴേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നു. സ്പ്രിംഗ് മർദ്ദം സ്ഥിരമായി തുടരുകയും ഡയഫ്രത്തിന് നേരെ മുകളിലേക്ക് തള്ളിക്കൊണ്ട് ബൾബിന്റെ മർദ്ദത്തെ ചെറുത്തു നിൽത്തുകയും ചെയ്യുന്നു. ഉപകരണ നിർമ്മാതാവോ ഇൻസ്റ്റലറോ വാൽവ് സജ്ജീകരണത്തെ സമയത്ത് ഈ മർദ്ദം കാലിബ്രേറ്റ് ചെയ്യുന്നു. സക്ഷൻ മർദ്ദം വർദ്ധിക്കുമ്പോൾ ബാഷ്പീകരണ മർദ്ദം ഡയഫ്രം ഉയർത്തുന്നു. ഇത് സിസ്റ്റത്തിലെ ഇവാപറേറ്ററിന്റെ വർക്ക് ലോഡിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഇത് മുറിയിലെ താപനിലയിലെ മാറ്റങ്ങൾ പോലെയുള്ള വ്യത്യസ്ത പ്രവർത്തന സാഹചര്യങ്ങൾക്കനുസൃതമായി മാറി മറിയുന്നു. ഈ 3 സമ്മർദ്ദങ്ങൾക്കിടയിലുള്ള സന്തുലിതാവസ്ഥയാണ് വാൽവിന്റെ തുറക്കൽ അല്ലെങ്കിൽ അടയ്ക്കൽ നിർണ്ണയിക്കുന്നത്. ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൽവുകൾ EEV, വാണിജ്യപരമായ കൂൾ റിമൂവുകൾ, വാക്ക് ഇൻ ഫ്രീസറുകൾ തുടങ്ങിയ ശീതീകരണ സജ്ജീകരണങ്ങളുടെ നീണ്ട നിരയിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. ഇവാപറേറ്ററിലേക്ക് റെഫ്രിജറന്റ് ഒഴുക്ക് കൃത്യമായി നിയന്ത്രിക്കുക എന്നതാണ് അതിന്റെ പ്രാഥമിക ദൗത്യം. സ്പ്രിങ്ങുകളും പുഷ് റോഡുകളും പോലെയുള്ള മെക്കാനിക്കൽ ഘടകങ്ങളെ ആശ്രയിക്കുന്ന പരമ്പരാഗത തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവുകളിൽ നിന്ന് വ്യത്യസ്തമായി മെച്ചപ്പെടുത്തിയ കൃത്യതയ്ക്കും കാര്യക്ഷമതയ്ക്കും EEVകൾ കൂടുതൽ വിപുലമായ ഡിസൈൻ ഉപയോഗിക്കുന്നു. ഒരു ഇലക്ട്രോണിക് കൺട്രോളറിൽ നിന്നുള്ള സിഗ്നലുകളോട് പ്രതികരിക്കുന്നതിലൂടെ EEVകൾ ഇവാപറേറ്ററിലേക്ക് റെഫ്രിജറന്റ് ഫ്ലോ ക്രമീകരിക്കുന്നു. ഇത് ഉയർന്ന കൃത്യതയോടെയും കാര്യക്ഷമതയോടെയും പ്രവർത്തിക്കാൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തെ പ്രാപ്തമാക്കുന്നു. EEV ഘടകങ്ങൾ. ഒരു ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൽവ് ബാഷ്പീകരണത്തിലേക്ക് ഒഴുകുന്ന റെഫ്രിജറന്റിന്റെ കൃത്യമായ അളവ് എങ്ങനെ നിയന്ത്രിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ലിക്വിഡ് റെഫ്രിജറന്റ് കംപ്രസറിലേക്ക് കടക്കുന്നത് ഒഴിവാക്കുന്ന ഒരു പ്രത്യേക സൂപ്പർ ഹീറ്റ് നേടുന്നതിന് വാൽവ് പോർട്ട് തുറക്കാനും അടയ്ക്കാനും സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പർ മോട്ടോർ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ മോട്ടോർ ഉപയോഗിക്കുന്നതിന് കാരണമാകുന്ന ഡിമാൻഡിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. ഒരു ഇലക്ട്രിക് കൺട്രോളർ നിയന്ത്രിക്കുന്ന ഈ മോട്ടോറുകൾ തങ്ങൾക്ക് ലഭിക്കുമോ ഓരോ സിഗ്നലിലും ഒരു റൊട്ടേഷൻ ഒരംശം തിരിക്കുന്നു. സെക്കൻഡിൽ 200 സ്റ്റെപ്പുകൾ വരെ പ്രവർത്തിക്കുന്ന അവ സ്റ്റെപ്പ് സിഗ്നലുകളുടെ എണ്ണം നിലനിർത്തുന്നു. അങ്ങനെ ആവശ്യാനുസരണം വാൽവിനെ പഴയ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരാനും പ്രാപ്തമാക്കുന്നു. ഈ കഴിവ് റെഫ്രിജറന്റ് ഫ്ലോയുടെ കൃത്യമായ നിയന്ത്രണം അനുവദിക്കുന്നു. EEVയിലേക്ക് അയക്കുന്ന ഇലക്ട്രോണിക് സിഗ്നലുകൾ സാധാരണയായി റെഫ്രിജറേറ്ററുകളിലെ ഡിസ്ചാർജ് എയർ ഫ്ലോയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു തെർമിസ്റ്ററിൽ നിന്നാണ് വരുന്നത്. താപനില മാറ്റങ്ങളോടെ അതിന്റെ പ്രതിരോധം മാറ്റുന്ന റെസിസ്റ്ററായ ഒരു തെർമിസ്റ്റർ ഉപയോഗിക്കുന്നു. കൂടാതെ മറ്റ് സെൻസറുകൾ ബാഷ്പീകരണ സൂപ്പർഹീറ്റ് നിരീക്ഷിക്കുന്നു. കുറഞ്ഞ സൂപ്പർഹീറ്റ് അവസ്ഥകളിൽ കംപ്രസറിനെ ലിക്വിഡ് ഫ്ലഡ് ബാക്കിൽ നിന്ന് സംരക്ഷിക്കുന്നു. മർദ്ദം, താപനില, സൂപ്പർഹീറ്റ് എന്നീ നിയന്ത്രിക്കുന്നതിന് പ്രഷർ ട്രാൻസ്ഡ്യൂസറുകൾ കൺട്രോളറുമായി ബന്ധിപ്പിക്കാനും കഴിയും. പ്രഷർ ട്രാൻസ്ഡ്യൂസറുകളിൽ 3 വയറുകൾ അടങ്ങിയിരിക്കുന്നു. 2 എണ്ണം പവർ നൽകുന്നു, മൂന്നാമത്തേത് ഔട്ട്പുട്ട് സിഗ്നലായി പ്രവർത്തിക്കുന്നു. സിസ്റ്റം മർദ്ദം ഉയരുമ്പോൾ പ്രഷർ ട്രാൻസ്ഡ്യൂസറുകൾ വോൾട്ടേജ് ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുന്നു. കൺട്രോളർ ഈ വോൾട്ടേജ് ഉപയോഗിച്ച് സിസ്റ്റത്തിന്റെ ഊഷ്മാവ് അതിനുള്ളിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന മർദ്ദം താപനില പട്ടിക ഉപയോഗിച്ച് കണ്ടെത്തുന്നു. ഒരു EEV ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ. ഒരു EEV ഉപയോഗിക്കുന്നതിന്റെ പ്രാഥമിക നേട്ടം റെഫ്രിജറേഷൻ സംവിധാനം വഴി ഉപഭോഗം കുറയ്ക്കുന്നതാണ്. ഇത് മെച്ചപ്പെട്ട പ്രകടനത്തിന് കാരണമാകുന്നു. കൃത്യമായ നിയന്ത്രണം, ലോഡ് മാറ്റങ്ങളോട് വേഗതയുള്ളതും കൃത്യവുമായ പ്രതികരണം, ആവശ്യമായ റെഫ്രിജറന്റിന്റെ കൃത്യമായ അളവ് വിതരണം ചെയ്യുന്നു, 15% വരെ ഊർജ്ജ ലാഭം കൈവരിക്കുന്നു. TEVയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിശാലമായ പാർട്ട് ലോഡ് വ്യത്യാസം വാഗ്ദാനം ചെയ്യുന്നു. ഭാഗിക ലോഡുകളിൽ പോലും പരമാവധി ശേഷി നിയന്ത്രണം നിലനിർത്തുന്നു. റെഫ്രിജറേറ്റർ കേസ് ഡിസ്ചാർജ് എയർ താപനിലയുടെ സെറ്റ് പോയിന്റിൽ നിയന്ത്രണം നിലനിർത്തിക്കൊണ്ട് കംപ്രസർ ഫ്ലഡ് ബാക്ക് പരിരക്ഷ നൽകാനുള്ള അവയുടെ കഴിവാണ് വിവിധ ആപ്ലിക്കേഷനുകളിലെ EEVകളുടെ വൈവിധ്യത്തിന് കാരണം. ചില EEV കൺട്രോളറുകൾ പ്രത്യേക നിയന്ത്രണ ആപ്ലിക്കേഷനുകൾക്കായി കസ്റ്റമൈസ് ചെയ്യാനും കഴിയും. ഒരു ഇലക്ട്രോണിക് വിപുലീകരണ വാൽവിന്റെ ഭാഗങ്ങൾ തിരിച്ചറിയുക എന്നതാണ് നിങ്ങളുടെ അടുത്ത ദൗത്യം.
ഇലക്ട്രോണിക് വിപുലീകരണ വാൽവിന്റെ ലേബൽ ചെയ്ത ഭാഗങ്ങളുടെ പേരുകൾ തിരിച്ചറിയുക. ഈ EV-യുടെ വിവിധ ഭാഗങ്ങൾ: സ്റ്റേറ്റർ ഹൗസിംഗ്, സ്റ്റെപ്പർ മോട്ടർ, വാൽവ് ബോഡി, കോയിലുകൾ, സ്ഥിരമായ കാന്തം, ഷാഫ്റ്റ്, ത്രെഡ് സെക്ഷൻ, വാൽവ് നീഡിൽ. റെക്കോർഡ് ഷീറ്റിന്റെ പട്ടിക 2-ൽ രേഖപ്പെടുത്തുക. നമ്മൾ ഈ പരിശീലനത്തിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഈ മോഡ്യൂളിൽ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. തെർമോസ്റ്റാറ്റിക്, ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൾവുകൾ എന്നിവ തമ്മിൽ വേർതിരിച്ചറിയാൻ നമ്മൾ പഠിച്ചു. അങ്ങനെ ഒരു തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ് അല്ലെങ്കിൽ TXV, ഇലക്ട്രോണിക് എക്സ്പാൻഷൻ വാൾവ് അല്ലെങ്കിൽ EEV എന്നിവയുടെ ഭാഗങ്ങൾ തിരിച്ചറിയാനും പഠിച്ചു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ പരിശീലനം ചെയ്യുക. നന്ദി.